ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമുക്കൊരു മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലത്തിലോട്ട് കടക്കാം. തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെഗുലർ ഹെക്സഗൺ? ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വശമുള്ള രൂപത്തെ, 6 വശമുള്ള ഏതൊരു രൂപത്തെ നമുക്ക് ഹെക്സഗൺ എന്ന് വിളിക്കാം. എന്നാൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഈ 6 വശങ്ങളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു വശം 2 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും? 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ദെർഫോർ ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. ഈ റെഗുലർ ഹെക്സഗന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ട ഏരിയ? അതിനുവേണ്ടി ഞാൻ ഈ റെഗുലർ ഹെക്സഗനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും? 1, 2, 3, 4, 5, 6 ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് A is equal to √3 എന്താണ്? A സ്ക്വയർ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വശമാണ്. വശം എത്ര ഉണ്ട് ഇവിടെ? 2 ഉണ്ട്. 2 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ്? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് 2 സ്ക്വയറും 4ഉം കൂടെ വെട്ടിക്കളയാൻ മിച്ചം എത്ര ഉണ്ട്? √3 എന്ന് കിട്ടി. നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിളുകൾ ചേരുമ്പോഴാണ് നമുക്ക് റെഗുലർ ഹെക്സഗൺ കിട്ടുന്നത്? 6. അതുകൊണ്ട് റെഗുലർ ഹെക്സഗന്റെ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ? 6. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 6√3 സെന്റിമീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ാം ക്ലാസ്സിലെ ഒരു ചോദ്യമാണിത്. നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1 മാർക്ക് സ്കോർ ചെയ്യാം. 1 മാർക്ക് അല്ല, ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗുഡ് ബൈ.